ഷീൽഡ് പൗഡറിനെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള എല്ലാ ബേഡ്സിനെയും ഒരൊറ്റ വീഡിയോയിൽ തന്നെ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിന് ചെറിയ മാർക്കൗട്ടുള്ള ബേഡാണ്. ഇതിൻ്റെ ഫീമെയിൽ കറക്റ്റ് മാർക്കിങ്ങിലുള്ള ബേഡാണ്. ഇതുങ്ങൾക്ക് ഇറങ്ങുന്ന കുട്ടികൾ അതുകൊണ്ട് തന്നെ മിക്കവാറും കറക്റ്റായിട്ടുള്ള മാർക്കിങ്ങിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇത് മാക്പേ പൗഡറാണ്. ഇതിൻ്റെ മെയിൽ ബേഡ് കറക്റ്റ് മാർക്കിംഗ് ഉള്ളതാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് റെഡ് കളറിലുള്ളത്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള മാർക്കിങ്ങും ഫീമെയിലിന് ഒരു ചെറിയ മാർക്കൗട്ടുമാണുള്ളത്. അതായത് തലയുടെ മേൽഭാഗത്ത് നമുക്ക് ചെറിയൊരു പൊട്ട് പോലെ കാണുന്നത് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി വരേണ്ടതാണ്. അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു മാർക്കൗട്ട് ഫീമെയിലിനുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് വരാറില്ല. ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഈ രണ്ട് പ്രാവിൻ്റെ കാര്യത്തിലും, അതായത് മാക്പേ പൗഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഷീൽഡ് പൗഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സാധാരണയായിട്ട് പൗട്ടേഴ്സിന് വരാറുള്ള വെള്ളക്കെട്ടുന്ന അസുഖം ഇതിൻ്റെ മെയിലിനും വന്നിട്ടുണ്ട്. മാക്പേ പൗഡറിൻ്റെ മെയിലിനും വന്നിട്ടുണ്ട്, ഷീൽഡ് പൗഡറിൻ്റെ മെയിലിനും വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കോംപ്ലിക്കേഷൻ ആകുന്ന രീതിയിലേക്കൊന്നും പോയിട്ടില്ല. ഇത് നമ്മുടെ ഷീൽഡ് ഫ്രില്ലിൻ്റെ മെയിൽ ബേർഡാണ്. ക്രസ്റ്റഡ് ആണ്. നമ്മളിത് 0 കള്ളി ആയിരുന്ന സമയത്ത് മേടിച്ച് 10 കള്ളി ആയതിനു ശേഷമാണ് ഇതിൻ്റെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഫീമെയിൽ ബേർഡ് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർ ഒരു തവണ എഗ് ചെയ്താണ്. ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയായാലും ഇവരുടെ ബ്രീഡിങ്ങിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുള്ളൂ. അതിനുശേഷം ഇവർ എഗ് ചെയ്താൽ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സമയത്ത്, ഇത്രയും ചൂടുള്ള സമയത്ത് അവർ അത്രയും അധികം സമയം കൂട്ടിലിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയങ്ങളിൽ ബ്രീഡിങ് കഴിവതും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ബ്യൂട്ടി ഹോമറിനെ നമ്മൾ വീഡിയോസിലൂടെ കാണിച്ചിട്ട് കുറച്ചധികം കാലമായി. ഇതിപ്പോൾ ബ്യൂട്ടി ഹോമറിൻ്റെ കൂട് നോക്കിയാൽ നമുക്കറിയാം ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ചുള്ളിയും കാര്യങ്ങളുമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. മണ്ണിട്ട് കൊടുത്തായിരുന്നു. മണ്ണൊക്കെ കളഞ്ഞ് അവർ തന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചുള്ളിയും കമ്പുമൊക്കെ കൂട്ടിൽ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചുള്ളിയാണ് ഇതിൻ്റെ അകത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നേരത്തെ എഗ്ഗിങ്ങിന് വേണ്ടിയുള്ളതാണ്. ബ്യൂട്ടി ഹോമറിൻ്റെ വൈറ്റ് പെയറാണിത്. വൈറ്റ് കൂടാതെ നമ്മുടെ അടുത്ത് ബ്ലാക്ക് ഉണ്ട്, അതുപോലെ റെഡിൻ്റെ ഒരു ഫീമെയിൽ ഉണ്ട്, അതുപോലെ ബ്ലാക്കിൻ്റെ ഇറങ്ങിയിരുന്ന ഒരു ഫീമെയിൽ കുട്ടിയും നമ്മുടെ അടുത്തുണ്ട്. ഇത് നമ്മുടെ പറവയുടെ പെയറാണ്. ഇവരിവിടെ വന്നിട്ട് ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ നമുക്ക് വേറെ കുട്ടികളെയൊക്കെ നോക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവർ ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എഗ്ഗിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ കുറച്ചധികം ദിവസം ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എഗ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. മിക്കവാറും ഇത്തവണ എഗ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ഷീൽഡ് പൗഡറിൻ്റെ ഫീമെയിലാണ് നിൽക്കുന്നത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൗട്ടിംഗ് ഉണ്ട്. എന്നാൽ മെയിലിൻ്റെ അത്രയും പൗട്ടിംഗ് ഒന്നുമില്ല. മാർക്കിംഗ് ഒക്കെ പക്ക നല്ല ക്ലിയർ ആയിട്ടുള്ള മാർക്കിംഗ് ആണ്. ഒരു വേരിയേഷനും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് കളേഴ്സ് വരേണ്ട സ്ഥലത്ത് തന്നെയാണ് കൃത്യമായിട്ട് കളറൊക്കെ വന്നിരിക്കുന്നത്. ഇവരെ നമ്മൾ ഏകദേശം പെയർ പിരിച്ചതുപോലെ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫീമെയിൽ അതുകൊണ്ട് തന്നെ മറ്റ് മെയിൽ ബേർഡ്സിനെ കാണുമ്പോൾ ഒരു പെയർ ആകാനുള്ള ടെൻഡൻസിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഇവരെ പെയർ ആക്കും. ഇവരുടെ കാര്യത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാതെ ഇവർ നോക്കിയിരുന്നു. പക്ഷെ മെയിൽ ബേർഡിന് അവസാന സ്റ്റേജിൽ വെള്ളക്കെട്ട് വരുന്നത് ഇവർ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും സാഹചര്യത്തിൽ ഫോസ്റ്റർ പാരൻസിനെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് നമ്മുടെ മുദിനയാണ്, അർജുൻ മുദിന. ഇവരെ നമ്മൾ താഴത്തെ ലോഫ്റ്റിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ താഴത്തെ ലോഫ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കൂടും കാര്യങ്ങളുമായിട്ട് പരിസരവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാനുള്ള ടൈമാണിപ്പോൾ. കൃത്യമായിട്ടൊരു കൂട് നമ്മൾ ഇവർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ല.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരൊറ്റ കൂട് മാത്രമാണ് ഉള്ളത്. ആ കൂട് ഇവർ ചിലപ്പോൾ ചൂസ് ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റേതെങ്കിലും പ്രാവുകൾ കൂട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കൂട് കണ്ടുപിടിച്ച് അതിലേക്ക് കയറാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ കൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫോസ്റ്റർ പാരൻസിനെ അവർക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരുന്ന കൂടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ കൂട്ടിൽ 1-2 തവണയായിട്ട് അവർ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ സെറ്റാകാനുള്ളൊരു പ്ലാനാണ് എന്നാണ് തോന്നിയിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് ബേഡ്സിനെ കാണിക്കാനുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജർമ്മൻ ഡബിൾ ക്രസ്റ്റ്, അതുപോലെ ജാക്കോബിൻ, അതുപോലെ ബൊക്കാറോ ട്രംപറ്റ്, ഇതിനെയൊക്കെ നമുക്ക് കാണിക്കാനുണ്ട്. ഇതൊക്കെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേളിലായിട്ട് 2 വരകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തുക. ഇത് ജർമ്മൻ ഡബിൾ ക്രസ്റ്റ്. ജെറ്റ് ബ്ലാക്ക് കളറിൽ കാണുന്നത് ഫീമെയിലും സാൻഡൽ കളറിൽ വരുന്നത് മെയിലുമാണ്. ഇവരുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ ടെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിങ്സും കട്ട് ചെയ്തിട്ടുണ്ട്, ബൂട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊന്ന് ഊരിക്കളയാവുന്നതാണ്. ഊരിക്കളഞ്ഞ് രണ്ടാമത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുണ്ട്. ഇനി ടെയിലൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് പോയിട്ട് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നതാണ്. കൊത്തുന്നത് സ്നേഹത്തോടെയുള്ള കൊത്തുകളാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രിൽ ബാക്ക്, അതായത് ഷീൽഡ് ഫ്രിൽ ബാക്കിൻ്റെ ഫീമെയിലും കൂട്ടിലേക്ക് തിരിച്ചു വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ കാണിച്ചേക്കാം. അതും ക്രസ്റ്റഡ് ആണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ്. ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് കളറാണ്. മറ്റേലാകുമ്പോൾ ഒരു മങ്കി കളറാണ് വരിക. ഫീമെയിലിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഫുൾ ബ്ലാക്ക് കളറാണ് വരിക. പ്രാവുകളെ പേറിയിക്കാൻ ഏറ്റവും നല്ല വയസ്സെന്ന് പറയുന്നത് 2 വയസ്സാണ്. മിനിമം 10 കള്ളിയാകുന്നവരെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളതിനെ പേറിയിക്കാനായിട്ട്. ഇത് ബൊക്കാറോ ട്രംപറ്റ്. ഇത് ഫീമെയിൽ ബേർഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ കാണിച്ചിരുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ആരോഗ്യത്തിലേക്ക് എത്തിയിട്ടില്ല, അത്രയും ഹെൽത്തി ആയിട്ടില്ല. ഹെൽത്തി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഹെൽത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് ഇവരൊന്ന് ഹെൽത്തിയായി വന്നതിന് ശേഷം മാത്രമേ ഇതിനൊരു പെയറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ മെയിലിനെ മേടിക്കുക. മെയിൽ മിക്കവാറും സാൻഡൽ കളർ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് വൈറ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല, ബാക്കി ഏതെങ്കിലും കളേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സാൻഡൽ കളറാണ്. ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ബേർഡാണ്. ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമാണ്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും ഈ ബേർഡിൻ്റെ കാര്യത്തിലില്ല. ഇവരെ നമ്മൾ ഫോസ്റ്റർ പാരൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സാധാരണഗതിയിൽ മറ്റേത് പ്രാവിൻ്റെ എഗ്ഗ് വെച്ച് കൊടുത്താലും ഒരു പ്രശ്നവും ഇല്ലാതെ അവർ നോക്കിത്തരാറുണ്ട്. ഇപ്പോൾ ഇത്തവണ അവർ കുട്ടികളായിട്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രത്യേകത അവരുടെ കുട്ടീനെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അവർ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. സാധാരണ ഇവരുടെ എഗ്ഗ് നമ്മൾ കളയാറില്ല, അത് നമ്മൾ വേറെ ഏതെങ്കിലും പ്രാവിന് വെച്ച് കൊടുക്കും. ഇവർക്ക് നമ്മൾ മെയിനായിട്ടുള്ള ഏതെങ്കിലും പ്രാവിൻ്റെ ആയിരിക്കും വെച്ച് കൊടുക്കാറ്. പക്ഷേ ഇത്തവണ അവരുടെ കുട്ടീനെ തന്നെയാണ് നോക്കി ഇറക്കിയിരിക്കുന്നത്. ഇതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഈ പെയറിനെ ഒന്ന് പിരിക്കും, വേറെ ഏതെങ്കിലും പ്രാവുമായിട്ടായിരിക്കും പെയറാക്കുക. മിക്കവാറും മറ്റേനെ ബ്ലാക്ക് ബ്യൂട്ടി ഹോമറോ ആയിട്ട് മെയിലിനെ കിട്ടിയെന്നാൽ അതിനായിട്ടായിരിക്കും നമ്മൾ ഫീമെയിലിനെ പെയറാക്കുന്നത്. വിശ്വസിക്കാവുന്ന ഒരു പെയറായതുകൊണ്ട് തന്നെ ഇതിനെ പിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ തൽക്കാലം ഒന്ന് പിരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം ബ്രീഡ് ചെയ്യിക്കുക. ഇത് നമ്മുടെ ജാക്കോബിനാണ്.
രണ്ടും നല്ല ഹെയറുള്ള ബേഡാണ്. ഇപ്പോൾ നിൽക്കണ നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിലിൻ്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ വലിയ ഹെയർ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. അതങ്ങനെ ഹെയർ ചില സമയത്ത് പിടിക്കാറുണ്ട്. മെയിലാണെങ്കിലും ഇതിനേക്കാൾ നല്ല രീതിയിൽ പിടിക്കാറുണ്ട്. നമ്മൾ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ രണ്ട് ബേഡിൻ്റെയും ക്ലിയറായിട്ട് ഹെയർ പിടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇവർ ഏകദേശം ബ്രീഡിങ്ങിന് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഫീമെയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ ടെയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഇതുമേൽ നമുക്ക് കാണാൻ പറ്റും. ഫീമെയിൽ ചെറുതായിട്ടൊന്ന് പേടിച്ച് നിൽക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കുറച്ച് തന്നെ കാണുമ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്താണ് പ്രധാന കാരണമെന്നുള്ളത് അറിയത്തില്ല. ഈ ടെയിൽ കട്ട് ചെയ്തോടെയാണ് ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. നേരത്തെ നമ്മുടെ മുതിനെ കയറിയിരുന്ന കേജിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥരാണ് ഇവർ ആ കേജിൽ നിന്ന് മാറിയിട്ട് അടുത്ത കേജിലേക്ക് കയറി എഗ് ചെയ്തു. 2 എഗ്ഗും ചെയ്തിട്ടുണ്ട്. ഫോസ്റ്റർ പാരൻ്റായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു പ്രാവുകളും എഗ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇവരെ തന്നെ ആണ് വിരിയിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ ഇവരുടെ എഗ്ഗ് നമ്മൾ വിരിയിക്കും. ഇവരുടെ തന്നെ കുട്ടികളായിരിക്കും. ഒരു സമയത്ത് തന്നെ 3 കുട്ടികളെ നമുക്ക് നോക്കി തന്ന പാരൻസാണിത്. എന്ന് വെച്ചിട്ട് 3 എഗ്ഗ് വെച്ച് വിരിയിക്കാൻ നോക്കരുത്. 2 എഗ്ഗ് തന്നെയാണ് ഒരു പ്രാവിന് മാക്സിമം വെച്ച് കൊടുക്കാവുന്നത്. അതിൽ കൂടുതൽ എഗ്ഗുകൾ വെക്കുന്നത് വിരിയുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടായിരിക്കും. പ്രാവിൻ്റെ ഹെൽത്ത് 3 കുഞ്ഞുങ്ങളെ നോക്കിക്കുന്നതും അവരുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഹോമറിനെ കാണാം. ഇത് ഹോമറിൻ്റെ മെയിൽ ബേഡാണ്. ഈ പറന്നുപോയ ബേഡാണ്, മെയിലാണ്. ഫീമെയിൽ കൂടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ നോക്കാം. ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള ബേഡാണ്. ഹോമേഴ്സിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാകും. ഫോസ്റ്റർ പാരൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ ഹോമേഴ്സിനെയാണ്. ഇവർ നന്നായിട്ട് കുട്ടികളെ നോക്കും, നന്നായിട്ട് അതിനെ ഫീഡ് ചെയ്യും. ഇപ്പോൾ ഇവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ നമുക്ക് നോക്കാം. അതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ആരോഗ്യത്തോടെ, ചെറിയ പ്രായം മുതലേ നല്ല ആരോഗ്യത്തോടെ അവർ വളർത്തിയെടുക്കും. ഇവരുടെ 2 കുട്ടികൾ നമ്മുടെ അടുത്തുണ്ട്. അത് ഏകദേശം ഫസ്റ്റ് കുട്ടി ഏകദേശം ഒരു 6 കള്ളിയോളം ആയതാണ്. ഫീമെയിൽ ബേഡ് ഇപ്പോൾ തക്കാളിക്കൂടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നതാണ്. അതാണ് ഇവർക്കുള്ള കൂട്. ആ കൂട് ഇവർ തന്നെ സെലക്ട് ചെയ്താണ്. പിന്നെ അവിടെ തന്നെ ഇപ്പോൾ ഒരു 3 തവണയോളം അവരിവിടെ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫീഡ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞാണ്. നല്ല ആരോഗ്യത്തോടെയാണ് കുഞ്ഞ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ പോക്സ് പോലെ ചുണ്ടിൻ്റെ മേളിലായിട്ട് ചെറിയൊരു പോക്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാം. ഇവരുടെ കുട്ടികളെ എല്ലാത്തിനെയും നമ്മൾ പുറത്ത് അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിൽ വളർത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വിട്ട് പിന്നെ കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ കൊണ്ട് പറപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും. നമ്മളുടെ ആദ്യത്തെ കുട്ടി ഏകദേശം ആയിട്ടുണ്ട്. നല്ല പറപ്പിക്കാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ടുണ്ട്. ഇത് ഹംഗേറിയൻ മിക്സ് ആണ്. ഇവരുടെ വീഡിയോസ് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡാണ്. നല്ല സൈസുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ്. കുറേയധികം കുട്ടികളെ നമുക്കിവിടെ ഇറക്കിയിട്ടുണ്ട്. ഇവർ അത്യാവശ്യം സൈസുള്ള ബേഡ്സിനോടാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമുള്ളത്. നമ്മൾ ഇവരുടെ കുട്ടികളെ കൊണ്ട് കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് ആ കുട്ടികളെ കൊണ്ട് വരുത്താൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. പലർക്കും ഈ ക്രോസ് ബേഡ്സിനെ പ്രൊമോട്ട് ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഹംഗേറിയനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബേഡല്ല. അതുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം തൽക്കാലം നമ്മൾ ഇവരെ പോലുള്ളവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പതിവ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ് ഇവർക്കുള്ളത്. ഇവരുടെ കുട്ടികളെ കാണിച്ചിരുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല നീളത്തിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ബൂട്ടാണ് ഇവർക്കുള്ളത്. എഗ്ഗ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മിക്കവാറും നമ്മൾ ഇവരുടെ ബൂട്ട് കട്ട് ചെയ്ത് കളയാറുണ്ട്. മറ്റേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഊരിക്കളയും. ഒരു തവണ വന്നിട്ട് ചെറിയ പൊട്ടലൊക്കെ വീണ് കഴിഞ്ഞാൽ അത് ഊരിക്കളയാറുണ്ട്. ഇവരുടെ ഒരു കുട്ടിയാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. സാധാരണ നമുക്ക് ക്ലിയർ ആയിട്ട് 2 കുഞ്ഞിനെയും കിട്ടുന്നതാണ്. ഇത്തവണ നമുക്ക് ഒരു കുട്ടിയെ കിട്ടിയിട്ടുള്ളൂ. പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ എടുത്തിട്ടിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ബ്യൂട്ടി ഹോമറിനെ തന്നെ കാണാം. ബ്യൂട്ടി ഹോമറിൻ്റെ ബ്ലാക്കാണിത്. നമ്മൾ പണ്ട് കുറേ തവണ കാണിച്ചിട്ടുള്ള ബേഡാണ്. ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് ഇവരെ കാണിച്ചിട്ടില്ല.
ഇത് ഫീമെയിൽ ബേർഡാണ്. മെയിലിൽ നിൽക്കുന്നുണ്ട്. മെയിലിനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിൻ്റെ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നിൽക്കുക എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടാൻ നമുക്ക് മെയിൽ ബേർഡിനെ കാണാം. കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബ്യൂട്ടി ഹോമറിൻ്റെ കാര്യത്തിൽ വലിയ വേരിയേഷൻസ് വരും. അങ്ങനെ നോക്കിയെന്നാൽ ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു കളറാണ്. അത് ഇപ്പോൾ നമുക്ക് മെയിൽ ബേർഡിനെ നോക്കിക്കഴിഞ്ഞാൽ, ക്ലോസ് ആയിട്ട് മെയിൽ ബേർഡിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ എടുത്ത് പറയത്തക്ക എന്ന് മനസ്സിലാകും. പ്രധാനമായിട്ടും ഇതിൻ്റെ മൂക്കിൻ്റെ ഒരു ഷേപ്പും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും വരുന്ന റൗണ്ടും കാര്യങ്ങളും പിന്നെ ഇവരുടെ ഒരു വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബ്ലാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുക. തുടക്കക്കാർക്ക് പൊതുവെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ബേർഡ് തന്നെയാണ് ബ്യൂട്ടി ഹോമർ. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു ബേർഡാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വൈറ്റൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ വരും. പക്ഷേ ബ്ലാക്കും ആൽമണ്ട് പോലത്തെ കളേഴ്സിലൊക്കെ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ വരുന്നത് കൊണ്ടും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ഒരു കഴിവൊക്കെ ആയതിനു ശേഷമായിരിക്കണം മറ്റ് കളേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് പറക്കാൻ കഴിവുള്ളൊരു ബേർഡാണ് ബ്യൂട്ടി ഹോമേഴ്സ്. പിന്നെ ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് സാധാരണ ഫോസ്റ്റർ പാരൻസിന് വെച്ച് കൊടുത്താൽ അവർക്ക് ഫീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചുണ്ടിന് വലിപ്പം വെക്കുന്നത് കൊണ്ട് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. മൂന്ന് ടൈപ്പ് പൗട്ടേഴ്സാണ് നമ്മുടെ അടുക്കെ ഉള്ളത്. ഇത് പൊമേറിയൻ പൗട്ടർ, നേരത്തെ നമ്മൾ 2 ടൈപ്പ് കാണിച്ചിരുന്നു, ഷീൽഡ് പൗട്ടറിനെയും അതുപോലെ തന്നെ മാക്പേ പൗട്ടറിനെയും കാണിച്ചിരുന്നു. ഇത് പോം പൗട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ടാണ് ഇതിനുണ്ടാകുക. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാകും. ഇപ്പോൾ ബൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം സാധാരണ ഒരു പ്രാവിൻ്റെ ചിറകലിൻ്റെ തൂവലിൻ്റെ ആ ഒരു നീട്ടം സാധാരണഗതിയിൽ ഇവരുടെ ബൂട്ടിന് വരാറുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം ഊരിവിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉള്ള സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൂട്ട് വരും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ബൂട്ട് വരുന്നത്. ഇപ്പോഴത്തെ ന്യൂ ലൈനിൽ പെട്ട പൊമേറിയൻ പൗട്ടറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ബേർഡായിരിക്കും, നല്ല ഹൈറ്റുള്ള ബേർഡായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന 3 അടി നീളം എന്നുള്ളതെങ്കിലും മിനിമം കൊടുക്കണം. ഹൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും 2 അടിയെങ്കിലും ഹൈറ്റും നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവൻ്റെ ഫീമെയിൽ കൂടിൻ്റെ പുറകുവശത്ത് ബാക്ക് സൈഡിലായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ നോക്കിയാൽ കാണാം. അതിനെ സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്ക് സൈഡിൽ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഫീമെയിൽ. ഇവരെ കൂട്ടിലിട്ടാണ് വളർത്തുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് എഗ്ഗ് ചെയ്യാറുണ്ട്. പക്ഷെ തുറന്നു വിട്ട് കഴിയുന്ന സമയത്ത് കുറേയധികം ഡിലേ ആയിട്ട് എഗ്ഗ് ചെയ്യാറുള്ളൂ. പൗട്ടറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 10 കളി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പെയർ ചെയ്യിക്കുക. അപ്പോഴായിരിക്കും ഇവരുടെ കൃത്യമായിട്ടുള്ള പൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞു വരത്തുള്ളൂ. ഫാൻറ്റേൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരു പാരൻറ്റ് സ്റ്റോക്കാണിത്. കുട്ടികൾ നമ്മളിടയ്ക്ക് 2-3 ഉണ്ട്. പക്ഷേ പാരൻറ്റ് സ്റ്റോക്കായിട്ട് നമുക്ക് ആകെയുള്ള ഇതാണ്. ഫീമെയിലിൻ്റെ ടൈൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വിടും. എഗ്ഗ് ചെയ്തതിന് ശേഷം അത് ഊരിക്കളയുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ കുഞ്ഞ് വിരിയുന്ന സമയത്താകുമ്പോൾ കൃത്യമായിട്ട് ഏകദേശം ഇവരുടെ ടെയിലൊക്കെ വന്നിട്ടുണ്ടാകും. കുഞ്ഞ് വിരിയുന്ന സമയമല്ല, കുഞ്ഞ് ഏകദേശം പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ടെയിലും വന്നിട്ടുണ്ടാകും. ഇപ്പോൾ മെയിലിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ നല്ല രീതിയിലുള്ള ടെയിലുണ്ട്, അത്യാവശ്യം നല്ല ലെങ്തുള്ള ടെയിലുണ്ട്. അതുപോലെ തന്നെ നല്ല അടുക്കോടെയാണ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഒരു 2 തൂവൽ കൂടെ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോൾ ക്ലിയർ ആകും. അത് ഏകദേശം പകുതി വന്നിട്ടുള്ളതാണ്. ബാക്കി ഭാഗങ്ങൾ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാകും. ഇത്രയും ടെയിലോടെ നമ്മൾ ഈ പ്രാവിനെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇത്തവണ അവർക്ക് ആവശ്യത്തിലധികം സമയം കിട്ടി. അതുകൊണ്ടാണ് ഇത്രയധികം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടെയിൽ വന്നിട്ടുള്ളത്. ഇവർക്ക് കഴിഞ്ഞ തവണ ഇറങ്ങിയ കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചിരുന്നു. ഇപ്പോൾ അവർ കുറച്ചധികം വലുതായിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും മാക്പേ പൗട്ടറോട്ട് വല്ലതും ക്രോസ് ചെയ്തിട്ടായിരിക്കാം. അവരുടെ ടെയിൽ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴും ടെയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നല്ല ലെങ്ത് ഉണ്ട്, നല്ല ബൂട്ടുള്ള പ്രാവാണ്. നമുക്ക് അവരെ വീഡിയോയിൽ തന്നെ കാണാം. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അവരെയും കാണിക്കാം. അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇവരുടെ എഗ്ഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ ഒരു തവണ കൂടെ എഗ്ഗ് ചെയ്ത് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പെയറിനെ ഒന്ന് പൊട്ടിച്ച് വേറൊരു പെയറുമായിട്ട് പെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ പെയർ പറവയുടെ ഫീമെയിൽ ബേർഡാണ്.
താരതമ്യേന കാണാൻ നല്ല ഭംഗിയുള്ള ബേഡ് തന്നെയാണ്. പക്ഷെ ഒരു ഡിഫക്റ്റ് ഉള്ളത് കാലിൽ ചെറുതായിട്ട് ബൂട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ടുള്ളത്. പുറകെ വരുന്നത് അതിൻ്റെ മെയിലാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവർ ഒരു തവണ മുട്ടയിട്ട് കുഞ്ഞു വിരിയിച്ചിരുന്നു. ഇപ്പോൾ ഇവർ ഏകദേശം എഗ്ഗിങ്ങിന് ഏകദേശമായി വരുന്നുണ്ട്. വരുന്ന ആഴ്ചകളിൽ മിക്കവാറും ഇവർ എഗ്ഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ എഗ്ഗ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയമെടുത്തു എന്നുള്ളതാണ് ഇവരുടെ കാര്യത്തിലുള്ള ആകെയുള്ള ഡിഫക്റ്റ് വന്നത്. ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നോക്കുന്ന കാര്യത്തിലോ അവരെ കെയർ ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലാഹോറിൻ്റെ പാരൻറ് സ്റ്റോക്കിൽ ഫീമെയിലാണ്. മെയിൽ ഇപ്പോൾ എഗ്ഗിന് അടയിരിക്കുകയാണ്. ശരിക്കും ഇവരിപ്പോഴാണ് എഗ്ഗ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇവിടെ വന്നതിന് ശേഷം ഇവരും എഗ്ഗ് ചെയ്തിട്ടില്ലായിരുന്നു. കുട്ടിയായിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം വേറൊരു എഗ്ഗ് വെച്ച് കൊടുത്തിട്ട് ഇവരെ കൊണ്ട് വിരിയിക്കുകയായിരുന്നു. ഈ തവണയാണ് ഇവർ ആദ്യമായിട്ട് ഇവിടെ എഗ്ഗ് ചെയ്തിട്ടുള്ളത്. മെയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് നല്ല സൈസുള്ള ബേഡാണ്. ഇവർ എഗ്ഗ് ചെയ്ത സമയത്ത് 2 എഗ്ഗും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ എഗ്ഗിനെ ഇവർ കൃത്യമായിട്ട് കെയർ ചെയ്യുകയും നല്ല രീതിയിൽ നോക്കി ഇറക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടക്കക്കാർക്ക് പലപ്പോഴും ലാഹോറിനെ സജസ്റ്റ് ചെയ്യാറുള്ളത്. ലാഹോർ എന്ന് പറയുമ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ബേഡ് ശരിക്കും പ്യുവർ മാർക്കിംഗ് ഉള്ള ബേഡായിരിക്കണമെന്നല്ല പറയുന്നത്. ഒരു സാധാരണഗതിയിൽ കിട്ടുന്ന ചെറിയ മാർക്കൗട്ടൊക്കെയുള്ള ബേഡ്സിനെ ആണെങ്കിലാണ് നമുക്ക് ചെറിയ എമൗണ്ടിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ റേറ്റ് കൂടുതലാകാനാണ് ചാൻസ്. ഇത് നമ്മുടെ ബൊക്കാറോ മിക്സ് ആണ്. അതായത് ബൊക്കാറോയും ഓസ്ട്രേലിയനുമായിട്ട് പെയറായിട്ട് അവർക്കുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇയാളും നമ്മുടെ ഓസ്ട്രേലിയൻ വൈറ്റുമായിട്ടാണ് പെയറായിട്ടുള്ളത്. അവരിപ്പോൾ കുഞ്ഞു വിരിഞ്ഞിരിക്കുകയാണ്. വളരെ ഇഷ്ടമുള്ളൊരു ബേഡാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട്. 2 എഗ്ഗും വിരിഞ്ഞിട്ടുണ്ട്, 2 കുട്ടികളും ഉണ്ട്. നമുക്കിവിടെ ഒരുപാട് കുട്ടികളെ ഇറക്കിയിട്ടുള്ള പാരൻ്റാണിത്. പക്ഷേ അടുത്ത തവണ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളുടെ ഹംഗേറിയൻ മിക്സിൻ്റെ കുട്ടി ഒന്ന് അഡൾട്ട് ആകുന്ന സമയത്ത് ഇതിനുമായിട്ട് ഒരു ഫീമെയിലിനെ എടുത്ത് ഇതുമായിട്ട് പെയർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ചെയ്യാനൊരു സാധ്യതയുള്ളതാണ്. പക്ഷേ ഇവരുടെ പെയർ പിരിക്കുന്ന കാര്യത്തിലും വന്നിട്ട് ഇതുവരെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇറക്കി തന്നിട്ടുള്ള ബേഡാണ്. ഇതാ ഇപ്പോഴും 2 കുട്ടികളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ പെയർ പിരിക്കുന്നതിനോടൊരു ബുദ്ധിമുട്ടുണ്ട്. പറ്റിയാൽ നമ്മൾ ഹംഗേറിയൻ മിക്സിൻ്റെ ഫീമെയിൽ ഏതെങ്കിലും കിട്ടിയാൽ ചിലപ്പോൾ ഇതുമായിട്ട് പെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയൻ വൈറ്റാണ് ഇതിൻ്റെ ഫീമെയിൽ. ഓസ്ട്രേലിയൻ വൈറ്റ് അല്ലെങ്കിൽ ബെർപ്പൻ എന്ന് പറയുന്ന ബേഡാണ്. ഇതിനെയും തുടക്കക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ്. കാരണം ഇതും കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കുകയും നന്നായി ഫീഡ് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ബേഡാണ്. ഈ ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ ചുണ്ടിൽ നോക്കിയ ഒരു കളർ വ്യത്യാസം നമുക്ക് തോന്നും. സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു അസുഖമാണെന്ന് നമുക്ക് തെറ്റിദ്ധാരണ തോന്നാവുന്നതാണ്. സാധാരണ ഒരു അസുഖത്തിൻ്റെ സിംറ്റം അങ്ങനത്തെയൊക്കെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബേഡിനെ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടുത്തെ സ്റ്റേജിലെന്ന് വെച്ചാൽ ഇവരിപ്പോൾ വെള്ളം കുടിച്ചതേ ഉള്ളൂ. വെള്ളം ഉള്ളിലേക്ക് ശരിക്കും ബോട്ടിലേക്ക് വെള്ളം മുക്കി കുടിക്കുന്ന സമയത്ത് സംഭവിച്ചതാണ്. അല്ലാതെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനിപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ലൈറ്റ് കളറുള്ള ആ ബേഡ് ഇവരുടെ കുട്ടിയാണ്. അത് മെയിൽ ബേഡാണ്. അതിൻ്റെ പെയറായിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഡാർക്ക് കളറോട് കൂടിയുള്ളതാണ്. ഇവരിപ്പോൾ കുഞ്ഞു വിരിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഡാർക്ക് കളറിലുള്ള ഈ ബേഡ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് മേടിച്ച കാര്യം പറഞ്ഞിരുന്നു. മേടിച്ച സമയത്ത് അത് മോൾട്ടിങ്ങിലായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ടൈം എടുത്തിട്ടാണ് പെയറാകുകയും എഗ്ഗ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. ഇതിൽ 2 കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സെയിം ക്ലച്ചിനെ നമ്മൾ പെയർ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഇത് നമ്മൾ എന്തുമാത്രം സമയം എടുക്കുന്നു. ഈ ഫീമെയിൽ ബേഡ് ഇവിടെ വന്നിട്ട് കുറേയധികം കാലത്തിന് ശേഷമാണ് അത് എഗ്ഗ് ചെയ്തത്. അങ്ങനെ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി.
ഈ 2 ലാഹോറി കുട്ടികൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ബാക്ക് സൈഡിൽ നിൽക്കുന്നതിന് നമ്മൾ മേടിച്ചതായിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫീമെയിൽ ബേർഡാണ്. ഈ 2 എണ്ണം ഫ്രണ്ടിൽ നിൽക്കുന്നത് നമുക്കിവിടെ വിരിഞ്ഞിറങ്ങിയ കുട്ടികളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർ സെയിം ക്ലച്ച് തന്നെ പെയറാകാതിരിക്കാൻ ഇവരിലുണ്ടാകുന്ന ഏതാണോ മെയില് അതിനെയും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ആ ഫീമെയിൽ ബേർഡിനെയും കൂടെ പെയറാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. ബാക്കി അപ്പോൾ ഒരെണ്ണം പെൻഡിങ് വരിക, മിക്കവാറും സാഹചര്യത്തിൽ ഒരെണ്ണം ഫീമെയിലിനെ കിട്ടും നമുക്ക് ഫ്രീ ആയിട്ട്. അത് തൽക്കാലം വേറെ ഏതെങ്കിലും ബേർഡുമായിട്ട് പെയർ ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചേക്കുന്നത് മറ്റേ ബാക്ക് സൈഡ് നിൽക്കുന്ന ബേർഡിൻ്റെ 2 സൈഡിലും കൃത്യമായിട്ടൊക്കെ തന്നെ മാർക്കിങ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബേർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏകദേശം കൃത്യമായിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പോൾ ഇവർക്കിറങ്ങുന്ന കുഞ്ഞിന് മിക്കവാറും നല്ല മാർക്കിങ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഫാൻറ്റെയിൽ കുട്ടികളാണ്. ഫാൻറ്റെയിൽ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന 2 എണ്ണം നമുക്ക് നമ്മളുടെ ഫാൻറ്റെയിൽസിനുണ്ടായ കുഞ്ഞുങ്ങളാണ്. അതപ്പോൾ ടെയിലിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല സൈസുള്ള ബേർഡാണ്. എനിക്ക് ശരിക്കും ഫാൻറ്റെയിൽ ഉണ്ടായതിനേക്കാളും സന്തോഷമുണ്ട്. ഈ പറയുന്ന ഫാൻറ്റെയിൽ ആയില്ല എന്നുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ ബേർഡ്സിനെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ലെങ്തും കാര്യങ്ങളും ഉള്ളതാണ്. കുറച്ചുകൂടെ ഹെവിയാണ്. അതുപോലെ നല്ല ബൂട്ടാണുള്ളത്. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. വൈറ്റ് ബേർഡിനെ നോക്കിക്കഴിഞ്ഞാൽ 5 കള്ളിയായ ബേർഡാണത്. ടെയിൽ നമ്മൾ ഊരിയിട്ടിരിക്കുകയായിരുന്നു. കുറേയധികം കാലം കട്ട് ചെയ്ത് നിർത്തി. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഊരി വിട്ടിട്ടുണ്ട്. നല്ല തിക്കോടെ നല്ല ലെങ്തോടെ ടെയിൽ അതിന് വരും. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൽമണ്ട് കളർ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ശരിക്കും എങ്ങനെ ഇരിക്കുമെന്ന് കാണാനായിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു ഫസ്റ്റ് മോൾട്ടിങ്ങെങ്കിലും കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കളർ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. മിക്കവാറും സാഹചര്യത്തിൽ അത് ആൽമണ്ട് കളർ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മുടെ ബാക്ക് സൈഡിൽ നിൽക്കുന്ന ബേർഡ് വൈറ്റ് കളറിലുള്ളത് അത് മെയിലായിരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. നമുക്കതൊന്നും ഫിക്സ് ചെയ്യാൻ ഈ സാഹചര്യത്തിൽ പറ്റില്ല. 5 കള്ളിയേ ആയിട്ടുള്ളൂ. ആ സാഹചര്യത്തിൽ ഇത് മെയിലാണെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആയിരിക്കും നമ്മളെ പാരൻറ്റ് ബേർഡിനുമായിട്ട് പെയർ ചെയ്യിക്കുക. കാരണം അത്രയും നല്ല രീതിയിലുള്ള ടെയിലുള്ള ബേർഡാണത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഊരി. ഇനി അത് വരുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഹംഗേറിയൻ മിക്സിൻ്റെ കുട്ടികളാണ്. ഇതിനെ വെച്ചിട്ട് നമുക്ക് ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് നമ്മൾ ബൊക്കാറോ മിക്സുമായിട്ട് പെയർ ചെയ്യിക്കും. അതുപോലെ ഒരെണ്ണത്തിനെ നമ്മളുടെ ജംബോ സൈസ് നാടൻ പ്രാവുമായിട്ട് പെയർ ചെയ്യിക്കും. ഒരെണ്ണത്തിനെ നമ്മൾ നേരത്തെ കാണിച്ച ഫാൻറ്റെയിൽസിൽ ആ സൈസുള്ള നല്ല ബൂട്ടുള്ള പ്രാവുമായിട്ട് പെയർ ചെയ്യിക്കും. ഈ 3 ഐഡിയയാണ് തൽക്കാലം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാവുകളുമായിട്ട് പെയർ ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നു. സാധാരണ നമ്മുടെ ജംബോ സൈസ് നാടൻ പ്രാവുമായിട്ട് ഏത് പ്രാവിനെ പെയർ ചെയ്യിച്ചെന്നാലും കുറച്ചുകൂടെ സൈസുള്ള ആ പ്രാവ്, ഏത് പ്രാവിനെയാണ് പെയർ ചെയ്യിക്കുന്നത് ആ പ്രാവിൻ്റെ ഗുണങ്ങളായിരിക്കും കൂടുതലും പുറത്തേക്ക് കാണാറുള്ളത്. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഹംഗേറിയൻ മിക്സിനെ ജംബോ സൈസുമായിട്ട് പെയർ ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് കുറച്ചുകൂടെ സൈസിൽ ഈ പ്രാവിനെ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വെച്ചിട്ടാണ് പെയർ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് മാക്പി. ഇതിനെ ഫീമെയിലായിട്ട് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മേടിച്ച കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവരിവിടെ എഗ് ചെയ്തിട്ടുണ്ട്. എഗ് ചെയ്യുകയും ചെയ്തു. അതുപോലെ കുഞ്ഞു വിരിയുകയും ചെയ്തിട്ടുണ്ട്. 2 കുട്ടികളുമുണ്ട്. നന്നായിട്ട് ആ കുഞ്ഞുങ്ങളെ ഇവർ നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീമെയിലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മളെ സംബന്ധിച്ച് കുറേയധികം മെയിൽ ഇവിടെ പെൻഡിങ് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പെയറായി. ഈ ബേർഡുമായിട്ടാണ് പെയറായിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു ഫ്രണ്ട്, അടുത്തുള്ളൊരു ഫ്രണ്ട് തന്നെ ഇതിൻ്റെ തന്നെ ഒരു മെയിലിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ കളക്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. പുള്ളി അതിന് കുറേയധികം എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തതാണ്. നമുക്ക് കളക്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ ആ മെയിലിനെ തന്നെ മേടിച്ച് പെയർ ചെയ്യിക്കും. അപ്പോൾ ഇവരുടെ കുട്ടികൾ കഴിഞ്ഞ ദിവസം വിരിഞ്ഞതേ ഉള്ളൂ. എഗ്ഗ് വിരിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഈ കുട്ടി ഒന്ന് താഴ്ത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വിരിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ ദിവസം തന്നെ താഴ്ത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഈ കൂട്ടിലെടുത്ത് വെച്ചു. യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നു. 2 പേരും ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. Oh, Wednesday.
ഇത് നമ്മൾ സാധാരണ പറപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബേഡാണ്. പറപ്പിക്കുക എന്ന് വെച്ചാൽ വെറുതെ പറത്തി വിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബേഡാണ്. ഒരു വീഡിയോ ചെയ്തേക്കുന്നതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജംബോ സൈസിൽ ചെറിയ ബേഡാണ്. ചെറിയ ബേഡെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ 0 കള്ളിയോ അല്ല മാക്സിമം 1 കള്ളിയോ വല്ലതും ആയിട്ടുണ്ടാവുള്ളൂ. ഇത് മെയിൽ ബേഡ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 1 കള്ളിയുള്ള സമയത്തൊന്നും പറയാൻ പറ്റില്ല. ആ പുറത്ത് നമ്മൾ കാണുന്ന ബേഡ് അത് ഫീമെയിൽ ബേഡാണ്. അതിനെ നമ്മൾ എഗ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് കൂട് സെറ്റ് ചെയ്ത് അവിടെ എഗ് ചെയ്തതെന്ന് പറഞ്ഞ ബേഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെ. അപ്പോൾ അത് എഗ് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ഈ ഒരാഴ്ചയിൽ തന്നെ വിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പറവയാണ്. ഇതിനിപ്പോൾ പെയറില്ല. എനിക്ക് ഒരെണ്ണം ഉള്ളത്. അതിന് ആകെ 6 കള്ളിയാൻ മറ്റേ ആയിട്ടുള്ളൂ. 10 കള്ളി ആകുന്ന സമയത്ത് ഇവരെ തമ്മിൽ പെയർ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ താഴത്തെ തക്കാളിക്കൂടിൻ്റെ അകത്തിരിക്കുന്ന ബേഡ് നമ്മൾ ആ ഫാൻറ്റെയിലിൻ്റെ ക്രോസ് എന്ന് പറയുന്ന ബേഡാണ്. അത്യാവശ്യം നമ്മൾ ഇതൊരു ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് മേടിച്ചതായിരുന്നു. ഫീമെയിൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് തന്നാണ്. പക്ഷേ നമുക്കത് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് കുറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് പറഞ്ഞത് വെച്ചിട്ട് അവരുടെ വീട്ടിലത് എഗ് ചെയ്ത ബേഡാണെന്നാണ് പറഞ്ഞത്. എഗ് ചെയ്താണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മളുടെ ഹോമറാണ്. നേരത്തെ നമ്മൾ ഹോമർ പാരൻറ്റ് ബേഡിനെ കാണിച്ചിരുന്നു. അത്യാവശ്യം നല്ല സൈസുള്ള ബേഡാണ്. ഇതിനെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതും ഈ പറയുന്ന ഒരു ഫ്രണ്ടിൻ്റെ അടുക്കൽ നിന്ന് മേടിച്ചൊരു ബേഡാണ്. അത് മെയിൽ ബേഡാണ്. അത്യാവശ്യം സൈസുള്ളതാണ്. ഇത് നമ്മുടെ ഓസ്ട്രേലിയനും അതുപോലെ തന്നെ വേറൊരു ബേഡുമായിട്ട് പെയറായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ എഗ് ചെയ്തതും അവർ വിരിഞ്ഞതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ ബൊക്കാറോ മിക്സും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ വൈറ്റുമാണ്. ഇവർ ഗ്രിറ്റ് തിന്നുകയാണ്. ആ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ഗ്രിറ്റ് ഈ കൂട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അവിടെ നിന്ന് ഗ്രിറ്റ് എടുക്കുകയായിരിക്കും. ഇനിയും നമുക്ക് ഒരുപാട് ബേഡ്സിനെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോരുത്തരെ കാണിച്ചു പോകാം. കുറച്ച് എല്ലാവരെയും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് നമ്മളുടെ ആ ടോപ്പിലായിട്ട് ലവ് ചിഹ്നം വന്നിട്ടുള്ള ബേഡാണ്. ഇത് ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം കൺഫേം അല്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ജെൻഡർ ഏതാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറൊരു ബേഡുമായിട്ട് പെയറായിട്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ കാണിക്കുന്നില്ല. നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമുക്ക് സുഭാഷ് അല്ലെങ്കിൽ ചുവാച്ചന്ത്, സ്വിഫ്റ്റ് എന്നൊക്കെ പല പേരുകളിൽ വിളിക്കുന്ന ബേഡിനെ കാണാം. സ്വിഫ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് പല പേരുകളിലും ഈ ബേഡിനെ പറയാറുണ്ട്. ചുവാച്ചന്ത് എന്നാണ് നോർമലി ഈ നാട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ഇനി ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ജംബോ സൈസ് നാടൻ പ്രാവിനെയാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരെണ്ണത്തിനെ കാണിച്ചു. അതിലിപ്പോൾ വലിയ ബേഡിനെ നമ്മൾ കാണിച്ചിട്ടില്ല. അത് ഫീമെയിൽ ബേഡ് ആയിരിക്കും. അതിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മാക്പേ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അത് തക്കാളിക്കൂടിൻ്റെ അകത്ത് വെച്ചിട്ട് അവരിനെ വളരെ സേഫായിട്ട് നോക്കുന്നത് നമുക്ക് കാണാം. ആദ്യത്തെ ഒരു സ്റ്റേജിൽ എങ്ങനെയോ അബദ്ധത്തിൽ അത് പുറത്തേക്ക് വീണിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ അവർ വളരെ കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ജംബോ സൈസ് നാടൻ പ്രാവ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഫീമെയിലാണ്. അപ്പോൾ ഇതിനേക്കാളും സൈസാകാൻ ചാൻസ് മറ്റേ ബേഡ് മെയിലാണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സൈസാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. Dum